അതൊക്കെ ഞങ്ങൾ മോളോട് കാര്യങ്ങൾ പറഞ്ഞു ഓന്റെ ഒപ്പം പോകണ്ടെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞ് ബാക്കി ഓള് ആരും ഇല്ലാന്നുള്ളതിൽ നിന്നിട്ടാണ് ഞങ്ങൾ കല്യാണം വേറെ കഴിപ്പിച്ചത്. പക്ഷെ ഇവന് പിന്നെ ഇവളെ ഭീഷണിപ്പെടുത്തി എന്നെയും ഒക്കെ ഞാൻ കൊല്ലും നിങ്ങൾ എവിടെ പോയാലും എന്ന് പറഞ്ഞിട്ട് പേടിയോണ്ടാണ് അന്ന് ഇവന്റെ കൂടെ തന്നെ പോയത്. ഇപ്പൊ തീരെ നിൽക്കാൻ പറ്റാണ്ട് ഞങ്ങളോട് കാര്യങ്ങൾ പറയാനും പറ്റാത്ത അവസ്ഥയിൽ ആയപ്പോഴാണ് അവളിപ്പോ ഒരു മാസമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് നോമ്പ് കഴിയട്ടെ എന്നാണല്ലോ. ഓരോ വന്ന് നോക്കില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ഉൾക്കൊണ്ടില്ല. ഓനെ അവിടെ തന്നെയാണല്ലോ. ഓന് പിന്നെ അതിന്റെ അടുക്ക് എവിടെയും പണിക്കോ ഇല്ല. അവർക്ക് വേറെ എന്തെങ്കിലും സ്ഥിരമായിട്ട് ജോലിക്കൊന്നും പോവില്ല. ഒന്നിച്ചുള്ളത് ഓന്റെ അമ്മ എന്തോ വെപ്പിന്റെ പണിക്ക് എന്തിനോ പോലാന്ന് പറഞ്ഞു. അപ്പൊ ഓല പൊരയിൽ എന്തെങ്കിലും കൂട്ടന്മാരെല്ലാരും കൂടി അവിടെ പോയി നിൽക്കലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ലോണം ശിക്ഷ അവന് കൊടുക്കണം. അവനെ പുറത്ത് വിടരുത് എന്തായാലും വേണ്ടില്ല. അവക്ക് മോളെ നോക്കണം, മോളെ നല്ലോണം നോക്കണം, മോളെ നല്ല ഇതില് പിന്നെ പഠിപ്പിക്കണം എന്നാക്കണം എന്നുള്ള ഇതിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു നോമ്പ് കഴിഞ്ഞിട്ട് പോവാൻ മോളെന്ന് പറഞ്ഞപ്പോ അപ്പം പറഞ്ഞ് ഇപ്പോഴായാലും എവിടെയെങ്കിലും ചിലപ്പോ കിട്ടാൻ മതി, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത്. അന്നിപ്പോ ഓല് പറഞ്ഞെങ്കിൽ മോളെങ്കിൽ നാളെ തന്നെ വന്നോന്ന് പറഞ്ഞു. ഓള് 3 ദിവസം പോയി. അപ്പോ 3 ദിവസം പോയി ഓള് മിസ്റ്റേഴ്സിൽ ഇവിടെ ഹോസ്പിറ്റലിലും കൊടുത്തിട്ട് പോയി. അപ്പൊ റിസപ്ഷനിൽ കയറാനല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അന്ന് 3 ദിവസം പോയി. 3-ാം ദിവസം ഇവിടെ വന്നപ്പോ മോളിനോട് വന്ന് പറഞ്ഞു എനിക്ക് പിന്നെ മിസ്റ്റേഴ്സ് കിട്ടിക്കുന്നു, ഇനി ഞാൻ നാളെ കൂടെ താമരശ്ശേരി പോകണുള്ളൂ, പിന്നെ അവിടുന്ന് പറഞ്ഞു പോരാ. അന്നപ്പം എന്നിട്ട് ഇവിടെ കേറാന്ന് പറഞ്ഞതാ. ഇവിടെ യൂണിഫോം വാങ്ങി തയ്പ്പിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞതാ. അന്ന് വൈകുന്നേരമാണ് വന്ന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. 28-ാം തീയതി നിങ്ങൾ പരാതി കൊടുത്തു. 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ രണ്ടുപേരും വിളിച്ചു വരുത്തി. പിന്നീട് പോലീസ് പറഞ്ഞ നോമ്പിന് ശേഷം പരിഗണിക്കാണോ? എന്താണ് നോമ്പിന് ശേഷം പരിഗണിക്കാൻ പോലീസ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചാണ് പോലീസുകാരോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ് ഇവരിങ്ങനെ വിളിക്കുന്നില്ല, തീരെ കണക്ട് ചെയ്യുന്നില്ല. അപ്പോ പിന്നെ ഇവിടെ പൊതുപ്രവർത്തകർ മെമ്പറാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓരോ ഇടപെട്ടു നമുക്ക് നോമ്പിന് ശേഷം നന്നായി ചർച്ച ചെയ്യാം. ഇപ്പോ മെമ്പർ അച്ഛൻ മുൻ മെമ്പറാണ് വർഗീസേട്ടൻ എന്നോട് പറഞ്ഞാൽ ഡ്രസ്സ് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് സാധനമുണ്ടായി. റംസാന് ശേഷം നമുക്കിപ്പോ പറയേണ്ട അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തിയതാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്നോട് സൊല്യൂഷൻ വെച്ചോന്നല്ല, പോലീസ് അങ്ങോട്ട് സൊല്യൂഷനേ പറഞ്ഞില്ല. ജീവിച്ചാന്ന് പറഞ്ഞാൽ അവര് 28-ാം തീയതി ഈ സംഭവം നടക്കുന്നത് വരെ ഗൗരവത്തിൽ അവർ കണ്ടില്ല. അപകടം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു വന്ന് അന്വേഷിച്ചിട്ട് അത് ഇരുത്തി പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയില്ല. അതാണ് വീഴ്ച എന്ന് പറയുന്നതിന്. സാധാരണ ഒരു പെറ്റീഷൻ കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇരു കക്ഷികളൊന്ന് പോയി നോക്കി എന്താണ് ഇവരെ പശ്ചാത്തലം, ഇവർ പറയുന്നത് ഇവൻ അക്രമമൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നതിന് സത്യം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണ്ടേ? ആ അന്വേഷണം ഒന്നും നടന്നില്ല. PRO ജസ്റ്റ് വിളിച്ചു വരുത്തുന്ന ഒരു പണി മാത്രമേ എടുത്തുള്ളൂ. ഒത്തുതീർപ്പിന് ശ്രമിച്ചു. ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിൽ അത് ഫലവത്തല്ല. ഒത്തുതീർപ്പിന് ശ്രമിച്ചാൽ അത് നടക്കണമെങ്കിൽ നാളെ ഈ ഡ്രസ്സ് കൊണ്ടു കൊടുക്കണം എന്ന് ഇവരോട് പറഞ്ഞു. നാളെ കൊണ്ടു കൊടുക്കണ്ടേ? അത് നടന്നില്ല. കേസ് ചാർജ് ചെയ്തില്ല. 28 കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവൂലേ? പിന്നെ തിങ്കളാഴ്ച തോന്നുന്നു. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിരിക്കും. ഒരു 4 ദിവസം കഴിഞ്ഞാൽ തോന്നുന്നു. രണ്ടുപേരും വിളിച്ചു. തിങ്കളാഴ്ച